തീരത്ത് സൗന്ദര്യവൽക്കരണ പ്രവർത്തനങ്ങൾ അനിശ്ചിതമായി വൈകുകയാണ്. മെയ്യിൽ പൂർത്തിയാകുമെന്ന് പറഞ്ഞ പ്രവർത്തികൾ പൂർത്തിയാകാത്തത് കച്ചവടക്കാർക്ക് വലിയ തിരിച്ചടിയായി മാറി. ശംഖുമുഖത്തെ പ്രതാപകാലത്തേക്ക് മടക്കിക്കൊണ്ടുവരാനുള്ള പ്രവൃത്തികളാണ് ഇറിഗേഷൻ വകുപ്പ് ആരംഭിച്ചത്. 14 കോടിയുടെ പദ്ധതി 3 മാസം കൊണ്ട് പൂർത്തിയാകുമെന്ന് പറഞ്ഞെങ്കിലും ഒന്നുമെങ്ങും എത്തിയില്ല. ദിവസേന ആയിരക്കണക്കിന് സന്ദർശകർ വന്നിരുന്ന തീരത്തെ ആശ്രയിച്ച് നിരവധി കുടുംബങ്ങളാണ് കഴിഞ്ഞിരുന്നത്. ഇവിടെ ഈ പണി നടന്നതിന് ശേഷം സ്കൂൾ അടച്ചിട്ട് പോലും നമുക്ക് ഒന്നും വിൽക്കാനോ ആഹാരം പോലും ചില ദിവസങ്ങളിൽ കഴിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളായിപ്പോയി. ഇവിടെ വളരെ മോശമാണ്. ഇപ്പം കച്ചവടങ്ങളൊക്കെ വളരെ മോശമാണ്. തീർന്നിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രാവശ്യം സ്കൂൾ അടപ്പിനൊക്കെ വല്ലതും കിട്ടിപ്പോയേനെ. ഇപ്പം അതൊന്നുമില്ല. ഇതിപ്പം 3-4 മാസമായി, ഇതുവരെയും തീർന്നിട്ടില്ല. ഇനി 2 മാസം കൂടെ പിടിക്കുമെന്നാണ് പറയുന്നത്. വേനലവധി സമയത്ത് വലിയ പ്രതീക്ഷയിലായിരുന്നു ഇവിടത്തെ കച്ചവടക്കാർ. ഓണത്തിന് മുമ്പെങ്കിലും തീരം തിരിച്ചു വരുമെന്നും അതിലൂടെ കച്ചവടം മെച്ചപ്പെടുമെന്നാണ് പ്രതീക്ഷ. ഇവിടെ ഉണ്ടായ സമയത്ത് ഒരു പകുതിയോളം പണി തീർത്തായിരുന്നു. അപ്പോൾ ആ സമയം തൊട്ട് കണ്ടിന്യൂ പണി പോയിരുന്നെങ്കിൽ ഇപ്പോൾ പണി തീർന്നേനെ. നമുക്ക് വെക്കേഷൻ തൊട്ട് ഇങ്ങോട്ട് ഒരു കച്ചവടം ഇല്ലാതിരിക്കുകയാണ്. വെക്കേഷൻ എന്നെല്ലാം 10 രൂപ കച്ചവടം നമുക്ക് കിട്ടുന്നതാണ്, അതുപോലും ഇല്ല ഇപ്രാവശ്യം. ഇനിയിപ്പോൾ ഓണം പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ഓണത്തിന് മുമ്പേ പണി തീർക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അതും കട്ടപ്പുറത്തിരിക്കുകയാണ്. അല്പം വൈകിയാലും പഴയ തീരം തിരിച്ചു കിട്ടിയാൽ മതിയെന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവരുമുണ്ട്. ഇത് വൈകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇത് വൈകുന്നതല്ലല്ലോ. അത് ഗവൺമെൻറ്റിനൊക്കെ ഓരോ സംവിധാനങ്ങളൊക്കെ ഇല്ലേ. പെട്ടെന്ന് പറയുമ്പോൾ ഒന്നും നടക്കില്ല. ഇതിനൊക്കെ സമയം എടുക്കില്ലേ. ഇതിപ്പോൾ ഇവിടെ നമ്മൾ ഈ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലല്ലോ. ഇതിന് അതിൻ്റേതായുള്ള പല എന്തുമില്ലേ, ടൈം എടുക്കും. പ്രധാനമന്ത്രി പങ്കെടുത്ത നേവിയുടെ ആഘോഷങ്ങളുടെ ഭാഗമായി തീരത്ത് കൃത്രിമ മണൽപ്പരപ്പ് ഒരുക്കിയത്. അത് വിജയമായതോടെ കൂടുതൽ ഭാഗത്ത് മണൽപ്പരപ്പ് തയ്യാറാക്കാൻ തീരുമാനിച്ചു. കടലേറ്റം തടയാനുള്ള നടപടികളും തുടങ്ങി. ഒരു ദിവസത്തെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് മനസ്സൊന്ന് റിലാക്സ് ചെയ്യാനാണ് ആളുകൾ ബീച്ചിലോട്ടെത്തുന്നത്. എന്നാൽ ശംഖുമുഖത്തെ അവസ്ഥ ദാരുണമാണ്. 3 മാസം കഴിഞ്ഞിട്ടും 3 മാസം കൊണ്ട് തീർക്കാമെന്ന് പറഞ്ഞ പണികളൊന്നും അവസാനിക്കാത്തതിൽ ഇവിടത്തെ കച്ചവടക്കാരും സഞ്ചാരികളും ബുദ്ധിമുട്ടുകയാണ്. എത്രയും വേഗം തന്നെ എല്ലാ പണികളും അവസാനിച്ച് സഞ്ചാരികൾക്ക് പഴയ പ്രൗഢിയിൽ തന്നെ ശംഖുമുഖത്തെ നൽകുമെന്ന പ്രതീക്ഷയിലാണ്. ക്യാമറാമാൻ വിനോദിനൊപ്പം നിതിൻ മോഹൻ, ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.